വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടിയ US ഓപ്പറേഷനെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ജനുവരി 3 നടത്തിയ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവിൽ US ഒരു രഹസ്യ ആയുധം ഉപയോഗിച്ചിരിക്കുന്നു. വെനസ്വേലൻ സൈനികരെ മുട്ടുകുത്തിച്ച ഈ ആയുധമാണിപ്പോൾ റിപ്പോർട്ടുകളിൽ നിറയുന്നത്. എന്താണ് US വെനസ്വേലയിൽ പ്രയോഗിച്ചത്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ ബോംബാക്രമണം നടത്തി പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെയും ഭാര്യയും പിടികൂടിയ ഓപ്പറേഷൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാൻ ചെയ്തിരുന്നു അമേരിക്ക. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്നത് ഒരു രഹസ്യ ആയുധത്തിന്റെ ഉപയോഗമാണ്. പ്രതിരോധിക്കാൻ പോലും അവസരമില്ലാതെ വെനസ്വേലയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നിസ്സഹായരായത് ഈ ഒരു ആയുധത്തിന്റെ പ്രയോഗം കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂയോർക്ക് പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ ആക്രമണ സമയത്ത് ഗാർഡ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു വെനസ്വേലൻ സുരക്ഷാ ജീവനക്കാരനാണ് ഇക്കാര്യം വിശദീകരിച്ചത്. ഓപ്പറേഷൻ ദിവസം ഒരു ശബ്ദം പോലും കേൾക്കാൻ കഴിഞ്ഞില്ലെന്നും റഡാർ സിസ്റ്റങ്ങൾ വളരെ പെട്ടെന്ന് ഷട്ട് ഡൗൺ ആയതായും അദ്ദേഹം പറയുന്നു. പിന്നീട് കാണുന്നത് തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ഡ്രോണുകളാണ്. എങ്ങനെ പ്രതികരിക്കണമെന്ന് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല. പിന്നാലെ 8ഓളം ഹെലികോപ്റ്ററുകൾ എത്തി. ഏകദേശം 20 പേരടങ്ങുന്ന US സംഘം പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് അവിടെ നടന്നത് ഒരു കൂട്ടക്കൊലയായിരുന്നു. 100 കണക്കിന് വെനസ്വേലൻ സൈനികർ ഉണ്ടായിരുന്നിട്ട് കൂടി ഈ ചെറു സംഘത്തെ നേരിടാൻ കഴിഞ്ഞില്ല. അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. അതീവ കൃത്യതയോടെയും വേഗത്തിലുമായിരുന്നു അവർ വെടിവെപ്പ് നടത്തിയത്. ഓരോ സൈനികരും 1 മിനിറ്റിൽ 300 റൗണ്ട് വെടിവെക്കുന്ന പോലെ തോന്നി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറയുന്നു. ഒരു ഘട്ടത്തിൽ അവർ എന്തോ ലോഞ്ച് ചെയ്തു. വളരെ തീവ്രമായ സൗണ്ട് വേവ് പോലെയായിരുന്നു അത്. തലയ്ക്കുള്ളിൽ എന്തോ പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. ഒരേ സമയം എല്ലാവരുടെയും മൂക്കിൽ നിന്ന് ചോര ഒഴുകാൻ തുടങ്ങി. ചിലർ രക്തം ഛർദ്ദിച്ചു. ഒന്ന് നീങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ സൈനികരെല്ലാവരും നിലത്തേക്ക് പതിക്കുകയായിരുന്നു. ഈ 20 US സൈനികർക്ക് ഒരു പരിക്ക് പോലും പറ്റിയില്ല. 100 കണക്കിന് വെനസ്വേലൻ സൈനികരെയാണ് മിനിറ്റുകൾ കൊണ്ട് അവർ കൊന്നത്. അവരുടെ സാങ്കേതിക വിദ്യയോടോ ആയുധങ്ങളോടോ മത്സരിക്കാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇതുപോലെ ഒന്നും മുൻപ് കണ്ടിട്ടില്ല എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് ഈ സാക്ഷി വിവരണം എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. US-ന്റെ രഹസ്യ ആയുധം ഒരു ഡയറക്റ്റഡ് എനർജി വെപ്പൺ ആണോ എന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. മൈക്രോവേവുകളോ ലേസർ ബീമുകളോ ഉപയോഗിച്ച് ടാർഗറ്റുകളെ നിഷ്പ്രഭമാക്കുന്ന ആയുധമാണിത്. US സൈന്യത്തിൽ വർഷങ്ങളായി ഇത്തരം ആയുധങ്ങളുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഒരു യുദ്ധത്തിൽ ഈ ആയുധം ഉപയോഗിക്കുന്നതെന്ന് മുൻ US ഇന്റലിജൻസ് വൃത്തം ന്യൂയോർക്ക് പോസ്റ്റിനോട് വെളിപ്പെടുത്തുന്നുണ്ട്. ചൈന 2020-ൽ ഇന്ത്യൻ സൈനികർക്കെതിരെ മൈക്രോവേവ് ആയുധം ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. രക്തസ്രാവം, വേദന, പൊള്ളൽ, ചലനശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ അവസ്ഥകളാകും ഈ ആയുധം പ്രയോഗിക്കുന്നതിലൂടെ ഉണ്ടാവുക. അമേരിക്കൻ സൈന്യത്തിന്റെ സാങ്കേതിക മേൽക്കൈയും രഹസ്യ ആയുധങ്ങളുടെ ശക്തിയും വീണ്ടും ചർച്ചയാവുകയാണ്. US-ന്റെ രഹസ്യ ആയുധങ്ങളുടെ ഉപയോഗം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന വിമർശനങ്ങളും നിലവിൽ ശക്തമാണ്.